JM ഫിനാൻഷ്യൽ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിസർച്ച് റിപ്പോർട്ട് പ്രകാരം ഏകദേശം 18ഓളം സ്റ്റോക്കുകൾ മെയ് 14-ാം തീയതി നടക്കുന്ന MSI ഇന്ത്യ സ്റ്റാൻഡേർഡ് റീജിഗിൽ MSI ഇന്ത്യ സ്റ്റാൻഡേർഡ് ഇൻഡെക്സിൻ്റെ ഭാഗമാകാൻ സാധ്യതയുണ്ട്. കാനറ ബാങ്ക്, വോൾട്ടാസ്, സുന്ദരം ഫിനാൻസ് ഉൾപ്പെടെയുള്ള 18ഓളം സ്റ്റോക്കുകളായിരിക്കും MSI ഇന്ത്യ സ്റ്റാൻഡേർഡ് ഇൻഡെക്സിലേക്ക് വരിക. ഇതിന് ഈ ഇൻഡെക്സിലുള്ള സ്റ്റോക്കുകളുടെ വെയിറ്റേജിന് പ്രൊപ്പോർഷണലായിട്ടുള്ള ഫണ്ട് ഇൻഫ്ലോ സ്റ്റോക്കുകളിൽ പ്രതീക്ഷിക്കാവുന്നതുമാണ്. അതേസമയം MSI ഇന്ത്യ സ്റ്റാൻഡേർഡ് ഇൻഡെക്സിൽ നിന്നും പേടിഎം എന്ന സ്റ്റോക്ക് പുറത്തു പോകാനുള്ള സാധ്യത കൂടുതലാണ്. പേടിഎം പുറത്തു പോകുമ്പോൾ $60 മില്യൺ ഫണ്ട് ഔട്ട്ഫ്ലോ ആയിരിക്കും പേടിഎമ്മിലേക്ക് വരിക. കാനറ ബാങ്ക്, വോൾട്ടാസ്, സുന്ദരം ഫിനാൻസ്, പോളിസി ബസാർ, ഡിക്സൺ ടെക്, ഫീനിക്സ്, ഇൻഡസ് ടവർ, ബോഷ്, സൈഡസ് ലൈഫ്, ടോറന്റ് പവർ, NHPC, ആൽക്കം ലാബ്, നൈക്ക, ജിൻഡാൽ സ്റ്റെയിൻലെസ്, സെയിൽ, ACC, ഓയിൽ ഇന്ത്യ, സോളാർ ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകളാണ് ഇൻഡെക്സിൽ സ്ഥാനം പിടിക്കുക. കാനറ ബാങ്കിലായിരിക്കും ഏറ്റവും അധികം ഫണ്ട് ഇൻഫ്ലോ വരാൻ പോകുന്നത്. $228 മില്യൺ, വോൾട്ടാസിൽ 174, സുന്ദരം ഫിനാൻസിൽ 169, പോളിസി ബസാറിൽ 168, ഡിക്സൺ ടെക്കിൽ $186 മില്യൺ ഫണ്ട് ഇൻഫ്ലോ വരാൻ സാധ്യതയുണ്ട്. ഇനി ക്വാർട്ടർലി റിസൾട്ടിൽ ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുള്ള 2 സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തെ സ്റ്റോക്ക് ഗോദാവരി പവർ ആൻഡ് ഇസ്പാട്ട് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക്. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിലും ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ച മെറ്റൽ സെക്ടറിലെ ഒരു സ്റ്റോക്കാണ്. ആൾറെഡി മെറ്റൽ ഇൻഡെക്സ് ഹൈ മൊമെൻറ്റത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഗ്ലോബൽ ഫാക്ടേഴ്സ് എല്ലാം മെറ്റൽ സെക്ടറിലെ സ്റ്റോക്കുകൾ ഇനിയും പെർഫോം ചെയ്യും എന്നുള്ള സൂചനയാണ് നൽകുന്നത്. ഇന്നത്തെ ദിവസം ഗോദാവരി പവർ ആൻഡ് ഇസ്പാട്ട് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് 6.95% ഉയർന്ന് 810 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 11,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 11.48, ഡിവിഡൻഡ് yield 0.5%, 52 വീക്ക് ഹൈ 844, 52 വീക്ക് ലോ 382. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സ്റ്റോക്ക് 112% റിട്ടേൺ നൽകി. ഗോദാവരി പവർ ആൻഡ് ഇസ്പാട്ട് എന്ന സ്റ്റോക്കിൽ ഇന്ന് 7% റാലി വരാനുള്ള പ്രധാന കാരണം കമ്പനിയുടെ 8 മെഗാവാട്ട് ശേഷിയുള്ള ബയോമാസ് പവർ പ്ലാന്റിൻ്റെ പ്രവർത്തനം പുനരാരംഭിച്ചത് മൂലമാണ്. ഛത്തീസ്ഗഡിലുള്ള ബയോമാസ് പവർ പ്ലാന്റിൻ്റെ പ്രവർത്തനമാണ് പുനരാരംഭിച്ചത്. ഇത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിലും സ്റ്റോക്ക് ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 128 കോടിയിൽ നിന്നും 229 കോടിയിലേക്ക് കമ്പനിക്ക് ഉയർത്താൻ സാധിച്ചു. അതേസമയം റവന്യൂ 1462 കോടിയിൽ നിന്നും 1308 കോടിയിലേക്ക് ഇടിയുകയും ചെയ്തു. വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ 800 എന്ന ലെവലിൽ സ്റ്റോക്കിൽ ഒരു ബ്രേക്കൗട്ട് വന്നിട്ടുണ്ട്. ഈ ബ്രേക്കൗട്ടിൻ്റെ പശ്ചാത്തലത്തിൽ 780 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് 880, 900 പോലുള്ള ടാർഗറ്റുകൾ നമ്മൾക്ക് ഗോദാവരി പവർ ആൻഡ് ഇസ്പാട്ട് നിഗം ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ എയിം ചെയ്യാവുന്നതാണ്. ഹൈ മൊമെൻറ്റത്തിൽ തുടരുന്ന രണ്ടാമത്തെ സ്റ്റോക്കാണ് അവന്യൂ സൂപ്പർമാർട്ട്. അവന്യൂ സൂപ്പർമാർട്ട് കഴിഞ്ഞ ദിവസം 1.67% ഉയർന്ന് 4795 ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 4831, 52 വീക്ക് ലോ 3352. 3 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 128. അവന്യൂ സൂപ്പർമാർട്ട് കഴിഞ്ഞ 6 മാസം കൊണ്ട് 26% റിട്ടേണും ഈ മാസം മാത്രം 20% റിട്ടേണുമാണ് നൽകിയത്. അവന്യൂ സൂപ്പർമാർട്ടുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന അപ്ഡേറ്റ്, കമ്പനി പുതിയ ഒരു സ്റ്റോർ കൂടി ബാംഗ്ലൂരിൽ ഓപ്പൺ ചെയ്തു എന്നുള്ളൊരു അപ്ഡേറ്റാണ്. ഇതുവഴി ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 366 ഉയർന്നിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കമ്പനി അതിൻ്റെ Q4 ബിസിനസ് അപ്ഡേറ്റ് പുറത്തുവിട്ടിരുന്നു. Q4 ബിസിനസ് അപ്ഡേറ്റിൽ കമ്പനിയുടെ സ്റ്റാൻഡ് അലോൺ റവന്യൂവിൽ 20% വർധനവാണ് കമ്പനി പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മോർഗൻ സ്റ്റാൻലി ബൈ എന്ന റേറ്റിംഗും 4695 രൂപയുടെ ടാർഗറ്റും അവന്യൂ സൂപ്പർമാർട്ടിന് നൽകി. മോർഗൻ സ്റ്റാൻലി നൽകിയ ടാർഗറ്റ് സ്റ്റോക്ക് അച്ചീവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവന്യൂ സൂപ്പർമാർട്ട് എന്ന കമ്പനിയുടെ റവന്യൂ ഡബിൾ ഡിജിറ്റ് ഗ്രോത്തിലേക്ക് എത്തുകയും അതുപോലെ തന്നെ സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് 11% ഉയർന്നതിൻ്റെയും പശ്ചാത്തലത്തിൽ CLSA എന്ന ബ്രോക്കേജ് ഏജൻസി 5307 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. കൂടാതെ 5514 രൂപയുടെ ടാർഗറ്റായിട്ട് ഇതിനെ റിവൈസ് ചെയ്യുകയും ചെയ്തു. വരും സമയങ്ങളിൽ ഡീസൻ്റ് പെർഫോമൻസ് അവന്യൂ സൂപ്പർമാർട്ടിൻ്റെ സൈഡിൽ നിന്നും പ്രതീക്ഷിക്കാം. മന്ത്ലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ സ്റ്റോക്ക് 4800 എന്ന ലെവലിന് മുകളിൽ ബ്രേക്കൗട്ട് നൽകിയിട്ടുണ്ട്. ഇതിനു മുൻപ് സ്റ്റോക്ക് 4200 എന്ന ലെവലിൽ ബ്രേക്കൗട്ട് നൽകിയാണ് 4800 എന്ന ലെവലിലേക്ക് എത്തിയത്. പ്രീവിയസ് ബ്രേക്കൗട്ട് ലെവലിനെ ഒരു സപ്പോർട്ടായി അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസായി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് 5200, 5600 പോലുള്ള ടാർഗറ്റുകൾ ഡിമാർട്ട് എന്ന സ്റ്റോക്കിൽ എയിം ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്